നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,853. നിഫ്റ്റി സപ്പോർട്ടിനോട് താഴത്തേക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏതാണ്, റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിലായാലും മാനേജ് ചെയ്യാനായിട്ട് എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുക. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. നിഫ്റ്റിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞ് ശ്രദ്ധിക്കുക. 24,900 ഒരു മുകളിലാണ് നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക. ഈ 24,900 മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്താലും അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റിക്ക് സ്ട്രോങ് ആണ്. ബയേഴ്സിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് മാർക്കറ്റിൽ ലഭിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. മാത്രമല്ല, നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് എത്രയാണെന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിലും നെഗറ്റീവ് സെന്റിമെന്റിലാണ് നിലനിർത്തിയിരുന്നത്. അതിനുശേഷം നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് 24,845. ആ സപ്പോർട്ട് വർക്ക് ചെയ്ത് നോക്കുക. ഇന്ന് രാവിലത്തെ ഒരു സെക്ഷനിൽ ആ ഒരു സപ്പോർട്ടാണ് 24,845 സപ്പോർട്ടാണ് ഹോൾഡ് ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷം സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള ആ ഒരു മൊമെന്റം സ്ട്രെങ്ത് അവസാനിച്ചു. അതിനുശേഷം ആയാലും നിഫ്റ്റി ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച്, ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ക്യാൻഡിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ആ ഒരു പ്രഷർ മാർക്കറ്റിൽ വന്നിരുന്നു. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന 24,845 സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. ഇവിടെയാണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ലെവലിൽ നിഫ്റ്റിയിൽ സെൽ ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിനുശേഷവും നിഫ്റ്റിക്ക് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാൻഡിലിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. മാർക്കറ്റിൽ മൊമെന്റ് ഇല്ലെങ്കിലും സ്ട്രെങ്ത് സെല്ലേഴ്സിനായിരുന്നു സ്ട്രെങ്ത് വന്നിരുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബൈക്ക് എപ്പോഴും സ്ട്രെങ്ത് കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. ഷോർട്ട് സെല്ലിന് സ്ട്രെങ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഷോർട്ട് സെല്ലിന് സ്ട്രെങ്ത് കൊടുക്കേണ്ടത്. ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നപ്പോൾ അതുകൊണ്ടാണ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നത്. ഓവറോൾ ഇന്നത്തെ ട്രെൻഡ് നെഗറ്റീവ് ആയിരുന്നു. ഇപ്പൊ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിഫ്റ്റി ആയാലും സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്കാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് നിഫ്റ്റിക്ക് ഇനി എപ്പോഴും സ്ട്രെങ്ത് ഉണ്ടാവുക. നാളത്തെ ആയാലും ഒരു ഓപ്പണിംഗ് എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെയും മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ഇപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 24,980 മുകളിലാണ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് എങ്കിൽ നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെന്റും നിഫ്റ്റിയിൽ കിട്ടും. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത് 24,960 ആണ്. സ്റ്റോപ്പ് ലോസ് വേണ്ടത് 24,960 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 25,000 മുകളിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. 25,030 റെസിസ്റ്റൻസ്. 25,030 മുകളിലാണ് റെസിസ്റ്റൻസ് വരുന്നത്. 30 മുകളിൽ പോയതിനു ശേഷം 30 താഴത്തേക്ക് വരുമ്പോൾ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കുക. 30 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് വീക്ക്നെസ് വരുന്നത്. 30 മുകളിൽ റെസിസ്റ്റൻസ് വരുന്നത് 25,080 ആണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ നിഫ്റ്റിയിൽ വീക്ക്നെസ് ആണ് കാണുന്നത്. പ്രോഫിറ്റ് ബുക്കിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന പോലെ തന്നെ 24,900 തന്നെ. 24,900 താഴെയുള്ള ഒരു ഓപ്പണിംഗ്. അതിനുശേഷം വരുന്ന ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി. ഷോർട്ട് സെല്ലിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക ഈ ഒരു ഏരിയയിൽ. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യുന്നത് 24,900 മുകളിലാണ്. അതിനുശേഷം ഓപ്പണിംഗ് ക്യാനിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത 24,900 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത് 24,980 ആണ്. പക്ഷെ 24,960 താഴെയാണ് ഷോർട്ട് സെല്ല് ആക്റ്റീവ് ആവുന്നത്. 24,980.
നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഈ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റിൽ മൊമെന്റം കിട്ടില്ല. എപ്പോഴും ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലായാലും മാർക്കറ്റിൽ ഒരുപാട് സമയം മാർക്കറ്റ് മൊമെന്റ് ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ അത് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എപ്പോഴും കിട്ടുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഓപ്പണിംഗിൽ ബ്രേക്ക് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ എക്സാക്ട് ആയിട്ട് മാർക്കിന്റെ ആ ഒരു ഡയറക്ഷൻ കാണിക്കും. അതായിരിക്കും ഓൾമോസ്റ്റ് സമയങ്ങളിൽ ഡയറക്ഷൻ. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ നമ്മൾ 24,750 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പൊ ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിലാണ് തുടക്കത്തിൽ ആ ഒരു മൊമെന്റം മാർക്കറ്റിൽ കാണിച്ചു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് ക്യാൻഡിൽ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റത്തിന് സാധ്യത കുറവായിരിക്കും. റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു എൻട്രിക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. 24,800 സപ്പോർട്ട് വരുന്നത്. 24,800 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. 800 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ സപ്പോർട്ട് 24,730 സപ്പോർട്ട് കാണുന്നുണ്ട്. മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. പക്ഷെ ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 24,670 സപ്പോർട്ട് കാണുന്നുണ്ട്. 24,670 സപ്പോർട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ 24,645 ലോവർ ലെവൽ സപ്പോർട്ട്. 600ന്റെ ഇടയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അതേപോലെ തന്നെ ഹയർ ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 25,000 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനാണ് സാധ്യത വരുന്നത്. ഫ്ലാറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ഈ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഈ ഒരു റെസിസ്റ്റൻസിന് എപ്പോഴും ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ നോക്കിയാലും മനസ്സിലാവും. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിന്റെ ഒരു ബയേഴ്സിന്റെ ഒരു മൊമെന്റം അവിടെ എൻഡ് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മൊമെന്റം കുറവായിരുന്നെങ്കിലും സെല്ലേഴ്സിനായിരുന്നു മാർക്കറ്റിൽ ആധിപത്യം നിലനിർത്തിയിരുന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്തുനിന്ന് മാത്രമാണ് നമുക്ക് ആ ഒരു റൈറ്റ് മൊമെന്റം എപ്പോഴും ലഭിക്കുന്നത്. അതുകൊണ്ട് ഇൻ കേസ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. മൊമെന്റം കിട്ടില്ല. ഓപ്ഷൻസിന്റെ ആയാലും പ്രത്യേകിച്ച് പ്രീമിയം ഡീകെ വരാനും പ്രീമിയം മെൽറ്റായി പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. റൈറ്റ് എൻട്രിയിൽ റൈറ്റ് സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്യും. ചെറിയ റിസ്കിൽ നമുക്ക് ഹൈ റിവാർഡിൽ ട്രേഡ് ചെയ്യാനും സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിൽ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.